ക്യൂരിയസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീ ടൈം സ്നാക്കാണ്, വെട്ട് കേക്ക്. ഇത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പം അലിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊടിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യാം. മീഡിയം സൈസിലുള്ള 2 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ റോ ആയിട്ടുള്ളൊരു 4 ഏലക്ക ചേർത്താലും മതി. പൊടിക്കാത്ത ഏലക്ക 4 ചേർത്താലും മതി. പിന്നെ വേണ്ടുന്നത് നമുക്കൊരു പൈനാപ്പിൾ എസൻസ് ആണ് വേണ്ടുന്നത്. അതൊരു 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി മതി. നമുക്ക് വെട്ട് കേക്കിനൊക്കെ നല്ല പൈനാപ്പിൾ എസൻസിൻ്റെ ഒരു മണമാണ് വെട്ട് കേക്കിനും. പൈനാപ്പിൾ എസൻസിൻ്റെയും മുട്ടയുടെയും ഏലക്ക പൗഡറിൻ്റെ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണമാണ്. ഇനി നമുക്കൊരു കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് കപ്പിന് നല്ല ഒരു 10-20 ചെറിയ സൈസാണ് 10-20 കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 1 കപ്പ് ആയാലും മതി. പക്ഷേ അപ്പോൾ അളവുകളെല്ലാം ഇതിൻ്റെ പകുതി മതിയാവും. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. പിന്നെ ഒരു ശകലം ഉപ്പും ആഡ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്യാവൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ഫുഡ് കളറാണ്. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഫുഡ് കളർ അത്ര ഹെൽത്തി അല്ലല്ലോ. ഒരു 4-5 തുള്ളി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. മുട്ടയുടെ മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് ചെറിയൊരു മഞ്ഞ കളർ കാണും. പക്ഷെ ഒരിക്കലും മഞ്ഞൾപ്പൊടി ചേർക്കില്ല. കാരണം നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർക്കുന്ന കാരണം ഇതങ്ങ് ചുമന്ന് പോകും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കില്ല. ഒന്നെങ്കിൽ ചേർക്കാതിരിക്കുക, ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ 2 കപ്പിന് ഇത്രയും തന്നെ മിക്സ് മതിയായിരിക്കും. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ ലൂസായിരിക്കും മുട്ടയുടെ സൈസ് അനുസരിച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിലേക്ക് കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്ത് അതൊരു ചപ്പാത്തി കുഴയ്ക്കുന്ന പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ കുഴച്ചെടുക്കണം. എനിക്കിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് എടുത്ത് ഒരു 4 പീസായിട്ടൊന്ന് മുറിച്ചെടുക്കണം ആദ്യം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയൊരു റോഡ് ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് സൈസിൽ കിട്ടത്തില്ലേ, അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ അപ്പോൾ അതിൻ്റെ വേവൊക്കെ കറക്റ്റ് ആവണം. പിന്നെ എണ്ണ കൂടുതൽ യൂസ് ചെയ്ത് നല്ല വേവ് കറക്റ്റ് ആക്കി എടുക്കണം. അപ്പം ഇതെല്ലാം ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സ്റ്റാർ പോലെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മുറിക്കുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് ഒരുപാട് കത്തി കയറ്റരുത്. കത്തി കയറ്റുവാണെങ്കിൽ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ടായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ആവുമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വെന്ത് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചു വേണം. നന്നായിട്ട് അകത്തേക്ക് കത്തി കയറ്റി മുറിക്കരുത്. ഒരു സ്റ്റാർ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികളൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ തവയ്ക്കകത്ത് വെച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ കയ്യിൽ എണ്ണ തെറിക്കൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം.
കാപ്പിയുടെ കൂടെ ആണെങ്കിലും ചായയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ട ഒരു സ്റ്റാർ ഷേപ്പിൽ വിടർന്ന് വന്നിട്ടുണ്ട്. അന്നാകമൊക്കെ ഇച്ചിരി മഞ്ഞ കളറിൽ, പുറമൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരുപാട് തീ ഇടല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവും. എന്നാൽ ഒരുപാട് താഴ്ത്തി ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും.